ചേലക്കരയിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നോക്കി വരാം. ചേലക്കര 2 പതിറ്റാണ്ടായി ഇടത് കോട്ടയാണ്. അവിടെ അട്ടിമറി വിജയത്തിലേക്ക് രമ്യ ഹരിദാസ് എത്തുമോ? PV അൻവർ MLA പാർട്ടിക്ക് ഇവിടെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനായോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് നാളെ വരാനിരിക്കുന്ന ഫലം. അത് കണ്ട ശേഷം വരാം. 2 പതിറ്റാണ്ടിലേറെയായി ചുവപ്പുകോട്ടയാണ് ചേലക്കര. ചേലക്കരയിൽ ആകെ നടന്ന 14 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണ CPM ആണ് ജയിച്ചത്. അതിൽ തന്നെ കൂടുതൽ കാലം MLA സ്ഥാനത്തെത്തിയത് K രാധാകൃഷ്ണനും. ഇത്തവണ മന്ത്രി കൂടിയായിരുന്ന K രാധാകൃഷ്ണൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറിയപ്പോൾ പകരക്കാരനായി എത്തിയത് ചേലക്കരയിലെ തന്നെ മുൻ MLA UR പ്രദീപ്. തർക്കങ്ങൾ ഒന്നുമേ ഇല്ലാതെ എത്തിയ മുൻ MLA സ്വീകാര്യതയ്ക്കും ഒട്ടും കുറവില്ല. ചുവപ്പുകോട്ടയിൽ നിന്ന് ചേലോട് നിയമസഭയിലെത്തുമെന്ന് ഉറച്ച വിശ്വാസം. പോളിംഗ് ശതമാനം മുൻ തവണത്തേക്കാൾ കുറഞ്ഞു. ഇത്തവണ 72.77% മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് 77.28 ആയിരുന്നു. പോളിംഗ് കുറഞ്ഞത് വിജയത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് UR പ്രദീപ്. കിട്ടാവുന്ന വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും 10,000-ലേറെ ഭൂരിപക്ഷം ഉറപ്പെന്നും LDF. നമുക്ക് നല്ലപോലെ താഴെത്തട്ടിൽ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2016 അപേക്ഷിച്ച് കൂടിയിട്ടില്ല. ആ കുറവ് നമുക്ക് ബാധിക്കുന്നില്ല. LDF വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ ഞങ്ങളുടെ മിഷനറി ഫുള്ളും ഇളകി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വോട്ടുകളെല്ലാം അവരുടെ സ്ക്വാഡ് കൊണ്ടുവന്ന് പോൾ ചെയ്യുകയും. മണ്ഡലം തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. അങ്ങനെയെങ്കിൽ അത് രാഷ്ട്രീയ വിജയവുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രമ്യ ഹരിദാസിന് ചേലക്കര മണ്ഡലത്തിൽ K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായത് നേട്ടമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചേലക്കരയിലെ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് നേരത്തെയും വാഹന പ്രചരണത്തിലൊക്കെ വരുമ്പോഴും നമുക്ക് അമ്മമാരും ഉമ്മമാരും ഒക്കെ റോഡരികിലേക്ക് ഗേറ്റിനരികിലേക്ക് ഓടി വന്ന് നമുക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരുമ്പം ആ കൈ തരുന്നതിലുണ്ട് അവരുടെ ഞങ്ങളോടുള്ള ഒരു സ്നേഹം, കരുതൽ. അതെല്ലാം UDFനൊപ്പം ചേലക്കരയുടെ മാറ്റത്തിന് വേണ്ടിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാനായെന്നും ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ലീഡ് നേടാനാകുമെന്നുമാണ് UDF വിലയിരുത്തൽ. 5000-ൽ താഴെ വോട്ടിനെങ്കിലും ജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. കിട്ടേണ്ട വോട്ടുകളെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് BJP. മാറ്റം BJPയിലൂടെ ആവണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ചേലക്കരയിൽ PV അൻവറിന്റെ DMKയുടെ സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് നേതാവ് NK സുധീർ നേടുന്ന വോട്ടുകളും അങ്ങ് തള്ളിക്കളയാനാകില്ല. ചുരുക്കത്തിൽ രാഷ്ട്രീയ വിജയമാകുമോ അതോ വിജയ തുടർച്ചയാകുമോ? ന്യൂസ് ഡെസ്ക് NTV.